Good morning to all. Good morning, ma'am. Good morning, ma'am. എന്താണ് ഭയങ്കര സൈലന്റ് ആണല്ലോ ക്ലാസ്? അല്ലെങ്കിൽ കേറാൻ മുന്നേ എന്തൊക്കെയോ സംസാരിക്കുന്നതാണ്. ഒന്നും മിണ്ടുന്നില്ലല്ലോ. ബേജി ഇന്ന് ഞാൻ മാത്രമേ മിണ്ടുന്നുള്ളൂ. ഞാനും സുനിഷയും മാത്രമേ മിണ്ടിയുള്ളൂ മാം. ഇത് റീജു ഇല്ലേ? ഇന്ന് റീജുവിനെ കണ്ടില്ല. അതാണ് ക്ലാസ് ഭയങ്കര സൈലന്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. Okay, start with prayer, Saraswati, and sign. Start ചെയ്യൂ എന്തായാലും. ആലോചിക്കൂ, തീരുമാനിച്ച്. ഞാൻ പ്രിപ്പയർഡ് അല്ല മാം, എന്നാലും പാടാവേ. ജഗദീശ്വരനേ ദൈവമേ ഹൃദയനിവാസകനേ മഹിതൻ ഉടയവനേ പരനേ പ്രണവിക്കും പദം ജഗദീശ്വരനേ ദൈവമേ എത്ര മനോഹര നിൻകരവീഴ്ച എത്ര ചെയ്തോ ഈ പ്രപഞ്ചം എത്ര മനോഹര നിൻകരവീഴ്ച എത്ര ചെയ്തോ ഈ പ്രപഞ്ചം ആടികളാത്മ ശാസ്ത്രം ജഗദീശ്വരനേ ദൈവമേ. താങ്ക് യു മാം. Okay, then. തോട്ട് ഞാൻ പറയാം മാം. Okay. Some wounds don't bleed. They just make you quieter. They teach you how to smile without warmth, how to listen without hearing, how to stay without belonging. People call it maturity, but you know what it really cost. ചില മുറിവുകളിൽ രക്തം വരില്ല, അവ നിങ്ങളെ നിശബ്ദരാക്കുന്നു. ഊഷ്മളതയില്ലാത്ത പുഞ്ചിരിക്കാനും കേൾക്കാതെ ശ്രദ്ധിക്കാനും സ്വന്തമല്ലാതെ തുടരാനും അവ നിങ്ങളെ പഠിപ്പിക്കുന്നു. ആളുകൾ ഇതിനെ പക്വത എന്ന് വിളിക്കുന്നു, എന്നാൽ അതിന് യഥാർത്ഥത്തിൽ എന്ത് വില നൽകേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയാം. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. On behalf of M18 students and to my, I welcome Aparna Miss, Ashwati Miss, and all my dear friends to this wonderful class. Thank you. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത കുറച്ച് പ്രിപ്പോസിഷൻ ഉണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? ഇൻ മാത്രല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ? ബാക്കി ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. ബാക്കി ഇന്ന് അന്ന് ചെയ്യാം. സമയമില്ലായിരുന്നു. അതായത് ഇൻ പ്രപ്പോസിഷൻ ഞാൻ എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പ്രപ്പോസിഷനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇന്ന് എവിടെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഏകദേശം ഒരു ഐഡിയ ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ഇതൊക്കെ അറിയാലോ, എവിടെയൊക്കെ യൂസ് ചെയ്യണം, പിന്നെ എങ്ങനെയാണ് നമ്മള് സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പ്രസന്റ് ചെയ്യണം. ഓക്കെ, ചെയ്തേ പറ്റും. നീ ചെയ്യില്ല നമ്മുടെ കാര്യമില്ല, ചെയ്തേ പറ്റും. പഠിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡിയാണോ? അറിയാവുന്ന മാത്രം പറഞ്ഞാൽ മതി. കുറച്ച് എക്സാമ്പിൾസും കൂടെ പറയണം എന്ന് മാത്രം. ഓക്കെ, എല്ലാവരും ചെയ്യണം. ഞാൻ പേര് വിളിക്കാം, ഓരോരുത്തരും ഞാൻ പറയാം. ആരൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ലിൻഷി, മിഥുല. ഫസ്റ്റ് ലിൻഷി പറയാ, അതിനുശേഷം മിഥുല പറയാ. Then Bismiya, then Shaima, Shamsina, Reshma. 6 പേര് റെഡി ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.
മാം ഞാൻ റെഡി അല്ല. മിസ്സേ ഞാനേ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. ഞാൻ കേൾക്കണുള്ളൂ ജസ്റ്റ്. ആണോ? മാം ഞാൻ കുറെ ക്ലാസ് പെൻഡിങ്ങിലുണ്ട് കേൾക്കാന്. Yeah. അപ്പൊ എല്ലാം പെൻഡിങ്ങിലായിട്ട് ഇന്ന് ജോയിൻ ആയതാ. ആണോ? ഷംസി അത് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഒരു പറയുമ്പോ മനസ്സിലാവും ഓക്കെ കുറച്ച്. അപ്പൊ ഫസ്റ്റ് ലൻഷി, then പിന്നെ നെക്സ്റ്റ് ആരാ? ലിൻഷി, ബിസ്മിയ, ഫാരിസ, ഷൈമ, രേഷ്മ. 5 പേര് പറയണം കേട്ടോ. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് ലിൻഷി. Good morning, all. Good morning, Miss. Today I am going to present about the preposition in. Last class we discussed about the preposition in. I think all we know about this preposition. Mainly in we are using when any place like country's place, village place, town place. Before any place name mentioned, before that preposition in can be used. Example, I live in Thrissur, or I was born in Munnar. We stay in Chennai. The second one, second reason where we put preposition in, that is season. Season like winter, summer. Example, it is very hot in summer. We have to drink lot of water in summer. We wear winter clothes, woolen clothes in winter, like that. Third point, where the preposition in can be used before month, year, and days. Examples, I born in month of October. My birth date is in 1980. I was born in March 1994. We will be having a party or meeting in October, like that. In any month or year, days before that, we can the preposition in can be used. The fourth one, the preposition in can be used in the timing, means morning, evening, and afternoon. Examples, I had breakfast in the morning. I will go to the park in the evening, or I had lunch in the afternoon, like that. Fifth point, the preposition in can be used before any small vehicles mentioned, like in the vehicle, in the bus, or in the train. I traveled in the bus to Madras, or I traveled to I went to school in the school bus. Examples. And the sixth point, the preposition in can be used in when an enclosed space. Example, the water stored in a water bottle
or the vegetables kept in the fridge. Then so the enclosed place like a fridge, bottles and vessels. If anything, these type enclosed objects, the ink can be used. I think all the points I covered, I think. Thank you all. Thank you. നെക്സ്റ്റ് വണ്ണിന് ക്ലാസ് പറഞ്ഞൂടെ? അടുത്തതാരോടെ? നീയാ? ഞാൻ തോന്നുന്നു. അടുത്ത ആര്? ബിസ്മിയ. ബിസ്മിയ. ഇല്ലേ? വിസ്മിയ ഞാനോ? ഞാൻ പറയാം. ആ ബിസ്മിയ സെക്കൻഡ് പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പേര്. മാം സ്വന്തമായിട്ട് പറഞ്ഞാണോ? മാം സ്വന്തമായിട്ട് പറഞ്ഞു. സെക്കൻഡ് ബിസ്മിയ, ദെൻ ഫാരിസ, മിഥില ഇല്ലെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഫാരിസ പറയൂ. അഞ്ചാമതല്ലേ? ഞാനിപ്പൊ പറയാം. ഞാൻ തേർഡായിട്ട് പറയാം. ഫാരിസ പറയോ? ഓക്കെ. ഫാരിസ പറയണോ? കേൾക്കുന്നില്ലല്ലോ ഈ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയട്ടെ എന്നാ. പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ പ്രിപ്പോസിഷൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പ്രിപ്പോസിഷൻ വെച്ചാൽ എ പ്രിപ്പോസിഷൻ ഷോസ് ദ റിലേഷൻ ഓഫ് നൗൺ ഓർ പ്രോണൗൺ ടു അനദർ വേർഡ് ഇൻ എ സെന്റൻസ്. അതായത് ഒരു വാക്യത്തിലെ നാമത്തിന്റെയോ സർവനാമത്തിന്റെയോ മുൻപ് അതേ വാക്യത്തിലുള്ള മറ്റേതെങ്കിലും വാക്കുകളുമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രിപ്പോസിഷൻസ്. അത് ഇൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റത്തെ ഇൻ യൂസ് ചെയ്യുന്നത് പ്ലേസ്, സീസൺ, മന്ത്, ഇയർ, വീക്ക്, പിന്നെ മോർണിംഗ്, ആഫ്റ്റർ, ഈവനിങ്, പിന്നെ എൻക്ലോസ്ഡ് സ്പേസസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യണത്. ഇപ്പോൾ പ്ലേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി സ്റ്റേ ഇൻ ചെന്നൈ, ഐ ലീവ്ഡ് ഇൻ തൃശ്ശൂർ, ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഇങ്ങനെയൊക്കെയാണ് പ്ലേസ് വരുന്ന സമയത്ത് ഇൻ യൂസ് ചെയ്യുക. ഇനി സീസൺ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് ദേ ഗോ സിക്കിംഗ് ഇൻ ദ വിന്റർ, ദ ഫ്ലവേഴ്സ് ബ്ലൂം ഇൻ സ്പ്രിങ്, ഐ റീഡ് എ ലോട്ട് ഇൻ ഓട്ടം, വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ സമ്മർ. അപ്പോൾ ഈ സമ്മർ സീസണിൽ, ഓട്ടം, വിന്റർ സീസണിൽ, അങ്ങനെയൊക്കെ ആ സീസൺ ടൈമിൽ ഇങ്ങനെ ഇൻ യൂസ് ചെയ്യും. ഇനി ഇയറിൽ വരുന്ന സമയത്ത് ദ കമ്പനി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1970. ഇപ്പോൾ ഇയർ വർഷങ്ങളുടെ മുന്നിലൊക്കെ നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഷി വാസ് ബോൺ ഇൻ 1995. ദ കമ്പനി വാസ് ഫൗണ്ടഡ് ഇൻ ദ 2000s. ഇൻ 2023 ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ജോബ്. ഇങ്ങനെയൊക്കെയാണ് ഇയർ വരുന്ന സമയത്ത് ഇൻ യൂസ് ചെയ്യുക. പിന്നെ വീക്കെൻഡ്, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ടൈമിലും വരുന്ന ഇൻ യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ്, ഐ വിൽ സീ യു ഇൻ 2 weeks. പിന്നെ ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾ ഫോർ ദ ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയില്ലേ. ഐ യൂഷ്വലി എക്സസൈസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ അങ്ങനെ
മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ നമ്മൾ ആ സെൻറ്റൻസ് വരുന്ന സമയത്ത് അവിടെ ഇൻ യൂസ് ചെയ്യും. ഐ വാച്ച് TV ഇൻ ദ ഈവനിങ്. പിന്നെ എൻക്ലോസ്ഡ് സ്പേസിൽ യൂസ് ചെയ്യും. എൻക്ലോസ്ഡ് സ്പേസ് പറയുമ്പോൾ ഒരു ഇപ്പം ദ കീസ് ആർ ഇൻ മൈ പോക്കറ്റ്, ചാവി ആ പോക്കറ്റിന്റെ ഉള്ളിലാണ്, നമ്മളൊരു ഇതിന്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ് ആണ് എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദർ ഈസ് എ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്, ദ ലെഫ്റ്റ് മൈ വാലറ്റ് ഇൻ ദ കാർ, പിന്നെ ദർ ഈസ് എ വാട്ടർ ഇൻ ദ ബോട്ടിൽ, ദ ബേർഡ് ഈസ് ഇൻ ദ കേജ്, റൈറ്റ് ദ പോയം ഇൻ ദ പേപ്പർ. ഇങ്ങനെയുള്ള ടൈമുകളിലൊക്കെയാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് ഞാൻ പറയാം. We are discuss about the topic preposition in യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ പ്ലേസ് വരുമ്പോൾ കൺട്രി, സിറ്റി, സീസൺസ് ലൈക്ക് സമ്മർ, വിന്റർ, റെയിനി, മന്ത്, ഇയർ, വീക്ക്, സ്മോൾ വെഹിക്കിൾ, എൻക്ലോസ്ഡ് സ്പേസ്, ഇറ്റ് മീൻസ് ഇൻസൈഡ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ഇതിലെല്ലാമാണ് നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഇൻ യൂസ് ചെയ്ത് നോക്കിയത്. അതിൽ നമ്മൾ പ്ലേസിൽ ഇൻ എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് നോക്കാം. ബോൺ ഇൻ കേരള, ഐ ആം ഇൻ കൊല്ലം, ഷാൽ വി മീറ്റ് ഇൻ ദ പാർക്ക്. ഇങ്ങനെ പ്ലേസ് വരുമ്പോൾ ഇൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് സീസണിൽ വരുമ്പോൾ ഇൻ യൂസ് ചെയ്യുന്നത്, വി വെയർ കോട്ടൺ ഡ്രസ് ഇൻ സമ്മർ, ഐ വിസിറ്റഡ് മൂന്നാർ ഇൻ വിന്റർ, സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട്സ് ഇൻ സമ്മർ, thunder and lightning come on rainy season, they run marathon in spring. ഇതൊക്കെയാണ് സീസണിൽ ഇൻ യൂസ് ചെയ്യുന്നത്. ഇനി മന്തിൽ നമ്മൾ എങ്ങനെ ഇൻ യൂസ് ചെയ്യാന്ന് നോക്കാം. 18 ക്ലാസ് സ്റ്റാർട്ടഡ് ഇൻ ഒക്ടോബർ. അപ്പം മന്ത് വരുമ്പോ വി ഗോട്ട് മാരീഡ് ഇൻ ഏപ്രിൽ. വേറെ ആരെങ്കിലും പറയോ? ഞാൻ മോളെ ഒന്ന് കാമാക്കിയിട്ട് പറയാം. ഞാൻ പറയാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. A preposition is a word that connects a noun, pronoun, or noun phrase to other words in a sentence, usually to show place, time, direction, or relationship. Preposition എന്ന് പറയുന്നത് ഒരു നൗണിനെയോ ഒരു പ്രൊനൗണിനെയോ ഒരു നൗൺ ഫ്രേസിനെയോ കണക്ട് ചെയ്യാൻ, ഒരു സെന്റൻസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതാണ് പ്രിപ്പോസിഷൻ. അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാ? ടൈം, സമയം, അല്ലെ ഡയറക്ഷന്, അങ്ങനെയുള്ള ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പ്രിപ്പോസിഷൻ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ദ കീസ് ആർ ഇൻ ദ ഡ്രോയർ. ദ വേർഡ് ഇൻ ഈസ് എ പ്രിപ്പോസിഷൻ. ഈ കീസ് ആർ ഇൻ ദ ഡ്രോയർ. അപ്പോൾ ഈ കീ എന്ന് പറയുന്നത് ആ ഡ്രോയറിനകത്തായിരിക്കുന്നത് ഇല്ലേ? അപ്പോൾ ബിക്കോസ് ഇറ്റ് ഷോസ് വേർ ദ കീസ് ആർ ഇൻ ദ റിലേഷൻ ടു ദ ഡ്രോയർ. ആ ഡ്രോയറിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രിപ്പോസിഷൻ ഇൻ ഈസ് യൂസ്ഡ് ടു ഷോ ദ സംതിങ് ഈസ് ഇൻസൈഡ് ഓർ വിത്തിൻ എ സ്പേസ്, ഗ്രൂപ്പ് ഓർ പീരീഡ്. നമ്മൾ പ്രിപ്പോസിഷൻ ഇൻ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അകത്തിരിക്കുന്നതിനെയോ അല്ലെങ്കിൽ എന്തുവാ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഇൻ ഉപയോഗിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷീ വാക്ക്ഡ് ഇൻ ദ ഹൗസ്. അവള് വീട്ടിലോട്ട് നടന്നു പോയി. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് ആ സെന്റൻസിനെ കണക്ട് ചെയ്യാൻ ഇൻ ഉപയോഗിച്ചല്ലേ. പിന്നെന്തുവാ? സീസൺ എന്ന് പറയുമ്പം ദേ ട്രാവൽ ഇൻ ദ സമ്മർ. അവര് സമ്മറിൽ ട്രാവൽ ചെയ്തു. പിന്നെ നമുക്ക് സീസണെ വെച്ച് എന്ത് പറയാം? വി പ്ലാന്റഡ് ഫ്ലവേഴ്സ് ഇൻ സ്പ്രിംഗ് സീസൺ. അപ്പൊ അതൊരു സീസൺ ആയി അല്ലേ? നമുക്ക് ആ സീസണെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ഇൻ ഉപയോഗിച്ചു ഇല്ലേ? ഓക്കെ, താങ്ക് യു. ഇത്രേ ഉള്ളൂ.
Okay. ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞോ? പറയൂ രേഷ്മ, പറയൂ. അല്ല മാം, ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞെന്ന് തോന്നുന്നു. Yeah. Okay, ഇനി ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ലേറ്റ് ആയി കയറിയത് ക്ലാസ്സില്. ഓക്കെ, എനിക്ക് പറഞ്ഞോളൂ കേട്ടോ, കണ്ടിന്യൂ ചെയ്യൂ. Okay. Today we have discussed about prepositions. Okay. What do you mean by prepositions? Prepositions is a word, a group of words that related to other words to each other is called as prepositions. Prepositions ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്, അത് റിലേറ്റ് ചെയ്യുന്നു. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് prepositions ആവശ്യമാണ്. അത് ടു അതർ വേർഡ്സ് ടു ഈച്ച് അതർ കണക്ട് ചെയ്യുന്നു. ഇപ്പൊ prepositions so many is there അല്ലേ, കുറെ prepositions ഉണ്ട്. അതിൽ ഓരോ prepositions ആണ് in എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഇന്ന് നമ്മൾ പറയുന്നത് പ്ലേസ്, സീസൺ, മന്ത്സ്, ഇയർ, വീക്സ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, പിന്നെ സ്മോൾ വെഹിക്കിൾസ്, എൻക്ലോസ്ഡ് സ്പേസ്, ഇവിടെയൊക്കെ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. ഈ എൻക്ലോസ്ഡ് സ്പേസ് മീൻസ് ഇൻ എ റൂം ഓർ ഇൻ എ ബോക്സ് കേട്ടോ. ഇപ്പൊ റൂമിന്റെ ഉള്ളില് കുറെ പേര്, അപ്പൊ അത് ഇന്ന് ഉപയോഗിക്കാം. ബോക്സിന്റെ ഉള്ളിൽ എന്താണ്, അങ്ങനെയാണ് എൻക്ലോസ്ഡ് സ്പേസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഓരോ സ്പെസിഫിക് ആയി നോക്കുകയാണെങ്കിൽ പ്ലേസിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത്? ഐ ലീവ് ഇൻ കൊച്ചി. കണ്ടോ, പ്ലേസ് കൊച്ചി, തൃശ്ശൂർ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഐ ലീവ് ഇൻ കൊച്ചി, ദെൻ ഐ ലീവ് ഇൻ തൃശ്ശൂർ, ഐ ആം ഇൻ ലുലുമാൾ, ഇതൊക്കെ. നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, സീസൺസ് വിന്റർ സീസൺ, സമ്മർ സീസൺ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ പ്രൊപ്പോസിഷൻസ് വേർഡ് ഒരു സെന്റൻസിൽ വെക്കുക? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ, വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ. പിന്നെ ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ വിന്റർ, കണ്ട കോൾഡ്, ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ വിന്റർ, ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ സമ്മർ. ഇതൊക്കെയാണ് ഈ സീസണിൽ ഇൻ വെച്ചിട്ട് പ്രൊപ്പോസിഷൻസ് വെക്കുന്നത്. ദെൻ പിന്നെ മന്ത്സിൽ പറയുകയാണെങ്കിൽ മന്ത്സിൽ പറയുകയാണെങ്കിൽ MT8 ക്ലാസ് സ്റ്റാർട്ടഡ് ഇൻ ഒക്ടോബർ, അവിടെ ഇന്ന് ഉപയോഗിക്കുന്നു. പിന്നെ ഐ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ ഇൻ ഒക്ടോബർ. ദെൻ നെക്സ്റ്റ് ഐ വാസ് ബോൺ ഇൻ 1998. അങ്ങനെ. പിന്നെ ഈ ഇങ്ങനെ പിന്നെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ദ സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം, ഐ വാസ് ബോൺ ഇൻ മാർച്ച് 1994. പിന്നെ സ്മോൾ വെഹിക്കിൾസ് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ഇൻ ഉപയോഗിക്കുന്നത് വി ആർ ഇൻ ദ കാർ. പിന്നെ ഷീ വാക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അങ്ങനെ സ്മോൾ വെഹിക്കിൾസിൽ പറഞ്ഞ പോലെ എന്താ പറയുക, സ്മോൾ വെഹിക്കിൾസ് ഏതൊക്കെയാ? കാർ, അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ. ഇപ്പൊ ബസ് ഹെവി വെഹിക്കിൾസ് ആണ്, അതിൽ ബൈസൈക്കിളോ അതോ ബൈക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഓപ്പൺ ആണല്ലോ. അത് അതിൽ ബൈസൈക്കിൾ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ഉള്ളിലിരിക്കുന്ന മീൻസ് കാർ, ഓട്ടോറിക്ഷ, അങ്ങനെയൊക്കെ മെറ്റീരിയൽസ് ഒക്കെ. താങ്ക് യു മാം. മാം, അടുത്തത് ഞാൻ പറയാം. Yeah. Okay, okay, Vinisha. Today we are discussing preposition. A preposition is a word or group of words that related to other words or phrases to each other. Preposition are mostly short words. Example, at, on, by, into. But there are also some longer words like alongside, alongside, and throughout. The most common prepositions are at, in, on, by, etc. ഫസ്റ്റ് വൺ അറ്റ്. അറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യസമയം സൂചിപ്പിക്കാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. അറ്റ് 8 o'clock, അറ്റ് noon, അറ്റ് ഡൗൺ, അറ്റ് മിഡ് നൈറ്റ്, എക്സെട്ര. പിന്നെ നെക്സ്റ്റ് വൺ ഇൻ. ഇൻ എന്ന് പറയുമ്പോൾ അത് മാസം, വർഷം, സീസൺ എന്നിവ സൂചിപ്പിക്കാനാണ് ഇൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഇൻ മാർച്ച്, ഇൻ ഏപ്രിൽ, ഇൻ 1909, എക്സെട്ര. ദെൻ ഓൺ. ഓൺ എന്ന് പറയുമ്പോൾ അത് ഡേറ്റ്, ഡേ
എന്നിവയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ ഓൺ ഫ്രൈഡേ, ഓൺ ഓഗസ്റ്റ് 15th, എക്സെട്ര. ദെൻ ഫോർ ആൻഡ് സിൻസ്. ഫോർ എന്ന് പറഞ്ഞാൽ അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. സിൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് ഓഫ് ടൈമാണ്. എക്സാമ്പിൾ സിൻസ് മോർണിംഗ്, സിൻസ് 1950, എക്സെട്ര. ബൈ എന്ന് പറയുമ്പോൾ അതൊരു ബൈ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ബൈ ഫുട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ വിനീഷ. ഷംസീന, മനസ്സിലായോ ഇപ്പോ? മനസ്സിലായി. ഒന്ന് പറയാവോ? പറയാൻ പ്രത്യേകതല്ല, ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ. നെക്സ്റ്റ് ആരാ പറയുന്നേ? മാം, അതുപോലെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ? ഇതില് ഈ സ്മോൾ വെഹിക്കിളിൽ ഇന്ന് യൂസ് ചെയ്യുന്നത് അതൊന്ന് പറഞ്ഞുതരോ? ശരിക്കും അത് മനസ്സിലായിട്ടില്ല. ക്ലിയർ ആയില്ല. സ്മോൾ വെഹിക്കിള് സ്മോൾ വെഹിക്കിളിൽ ഇന്ന് യൂസ് ചെയ്യുന്നത് അത് ഏതെല്ലാം വെഹിക്കിളില? ബസ് അങ്ങനത്തെ യൂസ് ചെയ്യില്ല. അത് ശരിക്കും ക്ലിയർ ആയിട്ടില്ല. ബസ് സ്മോൾ വെഹിക്കിൾ അല്ലല്ലോ. ഈ കാർ, അതായത് ഹലോ. കേൾക്കുന്നുണ്ട്, മിസ് പോയെന്ന് തോന്നുന്നു. പോയോ? ആർക്കൊന്നും കേൾക്കുന്നില്ല. പറഞ്ഞു. ഓക്കെ, സോറി കേട്ടോ. ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, സൈലന്റ് ആയിരുന്നില്ല. അത്യാവശ്യം കോള് വന്നുകൊണ്ടാണ് എടുത്തത് കേട്ടോ. ഇന്ന് മോളെ കൊണ്ടുവരാൻ ആരുമില്ല. സോ ഒന്ന് അത് വിളിച്ചൊന്ന് അറേഞ്ച് ചെയ്താ. മക്കളുടെ കാര്യം കുറച്ച് ടെൻഷൻ വരും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഫോൺ റിംഗ് ചെയ്യുന്ന ക്ലാസ്സിൽ കേൾക്കുന്നത്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, മനസ്സിലായി കാണുന്നത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടോ? യെസ് മാം. ഞാനുണ്ട് ഓഫീസിൽ ചെല്ലുമ്പോ ലേറ്റ് ആവും. ഞങ്ങൾക്ക് ഇവിടെ 3:30 വരെയാണ് ഓഫീസ് ടൈം വരുന്നത്. സോ ഞാൻ വീട്ടിൽ നമ്മൾ ഏകദേശം 4 മണിയാവും. മോള് വരുമ്പോ 3:15 ആകും മോള് വരും. അപ്പോ ഇന്ന് പിക്ക് ചെയ്യാൻ അമ്മയില്ല വീട്ടില്. അപ്പൊ സോ അനിയത്തിയെ വിളിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനിലായിരുന്നു. സെറ്റ് ചെയ്യുന്നവരെയും ഒരു ടെൻഷനാണ്. ഓക്കെ, അപ്പോ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുന്നത് ബസ് ഒരിക്കലും സ്മോൾ വെഹിക്കിൾ അല്ല. അതായത് ഒരു എൻക്ലോസ് സ്പേസ്. ഞാൻ പറഞ്ഞു, എൻക്ലോസ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഒതുങ്ങിക്കൂടിയ ഒരു സ്ഥലമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വെഹിക്കിൾ ആണെങ്കിൽ മാത്രമാണ് ഇനി യൂസ് ചെയ്യാൻ പറ്റും. അതായത് കാറ്, ഓട്ടോറിക്ഷ, ജീപ്പ്, അങ്ങനത്തെ കുറച്ച് വെഹിക്കിൾ ഉണ്ടല്ലോ, അത് മാത്രമാണ് സ്മോൾ വെഹിക്കിൾ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി നിങ്ങൾ ചോദിക്കും, അപ്പൊ ബൈക്ക് ഒരിക്കലും നമ്മൾ ഉള്ളിലല്ല ഇരിക്കുന്നത്. ടൂ വീലർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, ഉള്ളിലല്ല, അല്ലെ? അപ്പൊ അതിന് യൂസ് ചെയ്യുന്നതും ലാർജ് വെഹിക്കിളിൽ യൂസ് ചെയ്യുന്നതും വേറെ പ്രപ്പോസിഷൻ ആണ്. ഓക്കെ ആയോ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രപ്പോസിഷൻസ് തമ്മിൽ കണക്റ്റഡ് ആണ്. മനസ്സിലായോ? ഇനി പഠിപ്പിക്കുമ്പോ നമുക്ക് കൂട്ടത്തിൽ വേറെ പ്രപ്പോസിഷൻ പറയേണ്ടതായി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ പറയുന്ന ഇൻ, ഓർ, ആറ്റ്, ഈ മൂന്നും ആണ് കുറേയൊക്കെ മോസ്റ്റ്ലി കണക്റ്റഡ് ആയ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ പ്രപ്പോസിഷൻ എടുക്കുമ്പോഴും നമുക്ക് മറ്റേതിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അങ്ങനെയുണ്ട്. അതുകൊണ്ട്
ഈ പറയുന്ന 3 എണ്ണം എടുത്തതിന് ശേഷം ഞാൻ ഇത് 3 കണക്ട് ചെയ്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ ഡൗട്ട്സ് എല്ലാം. ഓക്കെ, അപ്പൊ ഇനി എവിടെ യൂസ് ചെയ്യണം ആസ് എ ബിഗിനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? അല്ലെന്നാണോ? അതെ, യെസ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ നോട്ട്സ് തന്നു, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു, ക്ലാസ് എടുത്തു, നിങ്ങൾ പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ പ്രപ്പോസിഷൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? എനിക്ക് ചോദിക്കൂ കേട്ടോ. ഞാൻ വേറെ പ്രപ്പോസിഷനിലേക്ക് പോവാണ്. ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. ഓൺ നമ്മൾ എവിടെയാ യൂസ് ചെയ്യാ? നോർമലി ഓൺ നമ്മൾ എവിടേക്കായിരിക്കും യൂസ് ചെയ്യാ? ആർക്കെങ്കിലും അറിയോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുകളിൽ. ഓൺ ദ ടേബിൾ അല്ലെ? പെന്നീസ് ഓൺ ദ ടേബിൾ, apples are on the table, books is in the table, is on the table എന്ന് പറയാം. ഇതെല്ലാം ഓൺ ആണ്. മുകളിൽ എന്ന് പറയുമ്പോൾ ഓൺ ആണ്. സർഫേസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്തോ ഓൺ ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോ അതെന്താ വരുന്നുണ്ട്. ഓൺ ഓഗസ്റ്റ് ആണോ? ഇന്നല്ലേ? ഇന്ന ഓഗസ്റ്റ് ആണ്. മാസങ്ങൾക്ക് മുമ്പേ ഇൻ യൂസ് ചെയ്യും. ഇല്ല കേട്ടോ. നമ്മളപ്പോ സ്ഥിരം കേൾക്കുന്ന ചില കണ്ടീഷനിൽ ഓൺ യൂസ് ചെയ്യില്ലേ? നമ്മളെ ഹി വാസ് ബോൺ ഓൺ എന്നൊക്കെ പറയില്ലേ? ഹി വാസ് ബോൺ ഓൺ സെപ്റ്റംബർ എന്ന് യൂസ് ചെയ്യാറില്ലേ? ഡേറ്റിന് മുൻപ് ഓൺ വരും, ആണോ മാഡം? ഡേറ്റ് യൂസ് ചെയ്യുമ്പോഴാണോ ഞാൻ പറയാം, ക്ലിയർ ചെയ്യാം കേട്ടോ. കറക്റ്റ് ആണ് പറഞ്ഞത്, കറക്റ്റ് ആണ്. പക്ഷെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും നോർമലി അറിയാവുന്ന ഒരു കാര്യം സർഫേസിന്റെ അവിടെ യൂസ് ചെയ്യുന്നത് ഓൺ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, സർഫേസ് എന്ന് പറയുന്നത് പ്രതലാണ്. അത് എന്തും ആകാം, ടേബിൾ ആകാം, ഫ്ലോർ ആകാം, ഇപ്പൊ വാൾ ആകാം, എന്തും ആകാം. അതെല്ലാം ഒരു സർഫേസ് ആണ്. ഓക്കെ, അതിന് മുകളിലേക്ക് എന്തും നമുക്ക് ഓൺ വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറച്ച് പോയിന്റ്സ് എഴുതിയാലോ നമുക്ക്. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കും. നിങ്ങൾ ബസ്സിൽ എന്ന് പറഞ്ഞു, നിങ്ങളിപ്പോ ബസ്സിലാണെന്ന് എങ്ങനെയാ പറയാം? നിങ്ങൾ ബസ്സിലാണ് എങ്ങനെയാ പറയാം? നമ്മൾ യൂഷ്വലി എങ്ങനെയാ പറയുന്നത്? ബൈ എന്ന് പറയില്ല, ബൈ ബസ്. ഓൺ ബസ് എന്ന് പറയില്ല, ഐ ആം ഓൺ ബസ്. ബൈ ബസ്. ഞാൻ പറഞ്ഞില്ലേ, കണക്ഷൻ വരുന്ന കണ്ടോ? ഷീസ് ഓൺ ദ ബസ് എന്ന് പറയില്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയില്ലേ? അത് മതി, ഞാൻ ക്ലിയർ ചെയ്യാം. അതിന്റെ കുറച്ച് പോയിന്റ്സ് ചെയ്തിട്ടോ. The first point is day. ദിവസം. ദിവസങ്ങൾക്ക് മുന്നിൽ വരുന്നത് എന്താണ്? ഓൺ ആണ്. ഡേയ്സ്. Monday, Tuesday, Wednesday, Thursday, ഇതൊക്കെ ഡേയ്സ് ആണ്. So day എഴുതാ, days. First point is days and the second one is date. ഡേറ്റിന്റെ കൂടെ നമ്മൾ ഓൺ ആയി യൂസ് ചെയ്യാം. ഓക്കെ, വിനീഷ പറഞ്ഞത് ഡേറ്റിന്റെ കൂടെ ഓൺ ആയി യൂസ് ചെയ്യാം. അപ്പൊ ഡേയ്സ് ആൻഡ് ഡേറ്റ്. Days and date. Then large vehicle. Then a large vehicle. അതിനുശേഷം എന്താണ്? സർഫേസ്. Then media. മീഡിയാസ്, സോഷ്യൽ മീഡിയ എല്ലാം ഓൺ ആണ് കേട്ടോ. എല്ലാം ഓൺ ആണെന്നല്ല ഓൺ വെച്ചാ പറയാ, പറഞ്ഞുതരാൻ. ഓക്കെ, അപ്പോ I'm in the bus. പണ്ട് എല്ലാവരും പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരുന്നത് I'm in the bus. ഞാൻ ബസ്സിലാണ്. I'm in the bus. മിസ്റ്റേക്ക് ആണത്. I'm on the bus എന്ന് പറയണം. അതിനർത്ഥം ഞാൻ ബസ്സിന് മുകളിലാണ് എന്നല്ല.
ഓക്കെ, അത് ലാർജ് വെഹിക്കിൾ ആയതുകൊണ്ടാണ് അവിടെ ഓൺ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് ഞാൻ ബസ്സിന് മുകളിലാണോ? അങ്ങനെയല്ല. ആം ഓൺ ദ ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിലാണ്, ലാർജ് വെഹിക്കിൾ ആയതുകൊണ്ടാണ് കേട്ടോ. ആം ഓൺ ദ ബസ്, ആം ഓൺ ദ ട്രെയിൻ എന്നൊക്കെ പറയാം. ഞാൻ ട്രെയിനിലാണ്, ബസ്സിലാണ്, ലാർജ് വെഹിക്കിളിനെ കൂടെ എല്ലാം അവിടെ നമുക്ക് ഓൺ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ബൈക്ക്. ബൈക്കിനും ഓണാ യൂസ് ചെയ്യാം. ആം ഓൺ ദ ബൈക്ക്, ആം ഓൺ ദ ബൈസൈക്കിൾ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇന്നും ഓണും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ? ലാർജ് വെഹിക്കിൾ ഓൺ ആണ്, ഓപ്പൺ സ്പേസ് വെഹിക്കിളിന് ഓൺ ആണ് യൂസ് ചെയ്യാം. ആ സമയം സ്മോൾ വെഹിക്കിളിന് നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഓരോ പ്രിപ്പോസിഷൻസ് പഠിക്കുന്തോറും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ആയതുകൊണ്ടിരിക്കും, കാരണം കണക്റ്റഡ് ആണ്. ഇനി മന്ത് ഓൺ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് സോ. അതിന്റെ കൂടെ ഇത് തോന്നുന്നു ഡേറ്റ് ഒന്നും ഉണ്ടാകാം. ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഓൺ പറയും. I was born on 31st December എന്ന് പറയും. I was born on 31st December. ഞാൻ 31 ഡിസംബറിലാണ് ജനിച്ചത്. ഇവിടെ 31st എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്. ഡേറ്റിന് മുന്നിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഇൻ പറഞ്ഞത് കാര്യമില്ല, മിസ്റ്റേക്ക് ആണ്. ഇൻ പറയണമെങ്കിൽ I was born in December 31st എന്ന് പറയാം. മനസ്സിലായോ? ആരപ്പോയത് ഓൺ യൂസ് ചെയ്യേണ്ട ഡേറ്റിന്റെ മുന്നിലും ഇൻ യൂസ് ചെയ്യേണ്ട മന്തിന്റെ മുന്നിലാണ്. ഓക്കെ, ആൻഡ് ഡേറ്റ് വരുമ്പോ the meetings held on അല്ലെങ്കിൽ the meetings held on 2nd June. അത് ഡേറ്റ് ആണല്ലേ, സോറി, മൺഡേ എന്ന് പറയും. മൺഡേ വരുമ്പോ ഡേറ്റ് ആണ്, സോറി ഡേ ആണ്, നമുക്ക് ഓൺ യൂസ് ചെയ്യാം. We will see you on Monday. നമുക്ക് മൺഡേ മീറ്റ് ചെയ്യാം, നമുക്ക് മൺഡേ കാണാം. We will see you on Monday അങ്ങനെ പറയാം. അപ്പൊ ഡേ ആൻഡ് ഡേറ്റിന് മുന്നിൽ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് എന്തും ആയിക്കോട്ടെ, ബർത്ത്ഡേ ആകാം, ഹോളിഡേ ആകാം, എനിത്തിങ്. ഡേ ആണ്, ഡേ ആണെങ്കിൽ നമുക്ക് ഓൺ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ലാർജ് വെഹിക്കിൾ മനസ്സിലായി? അത് ബസ് ആകാം, ട്രെയിൻ ആകാം, ലോറി ആകാം, എന്തും ആകാം, ലാർജ് വെഹിക്കിൾ ആണ്. ഓക്കെ, ലാർജ് വെഹിക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിലാണല്ലോ, പിന്നെ പറയണ്ട, ഓൺ തന്നെ പറഞ്ഞാൽ. ഇനി സർഫേസ് മുകളിലാണ്, ടേബിളിന് മുകളിലാകാം, ഫ്ലോറിന് മുകളിലാകാം, എന്താണെങ്കിലും മുകളിലാണെങ്കിൽ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഇനി വാളാണെങ്കിലും let's hang this picture on the wall. വാളിന് മുകളിൽ പിക്ചർ ഹാങ് ചെയ്യൂ. let's hang this picture on the wall എന്ന് പറയാം. അപ്പൊ വാള് ഒരു സർഫേസ് ആണ്. ക്ലിയർ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ല. Yes, ma'am. മീഡിയ, നിങ്ങള് മൊബൈലില് എന്താ കാണാ? റീല് കാണാണ്, അല്ലെങ്കിൽ വീഡിയോസ് കാണാണ്, TV ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എനിത്തിങ്, എനി സോഷ്യൽ മീഡിയ you can use preposition on. Okay, I watch a video on the TV. I watch a video on my phone. I watch video on YouTube. On the television. എന്തോ? കേട്ടില്ല. I watch on the television. On the TV or television. Yeah. On the internet. Yeah, on the internet. On the radio. The radio, kind of media. Yeah. I am on the phone. On the phone. Yeah. Correct. Okay, clear ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് മനസ്സിലായോ? I'm on the bus, I'm on the train, then we will meet on Monday, and we will meet on the 2nd June, and the schools open on 31st June, and 2nd June, and then I saw him on a bicycle, and let's hang this picture on the wall. And I watched video on the phone, on TV. Ma'am, I watched video on the TV. ദാ ഉപയോഗിക്കുന്നുണ്ടോ? അത് ഓൺ TV എന്നാണോ? അത് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ മതിയോ?
ദാ യൂസ് ചെയ്ത് കൊണ്ടുപോയിട്ടൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാം. ആർട്ടിക്കിൾ പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഡൗട്ട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് ദാ യൂസ് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും എടുക്കണോ ആർട്ടിക്കിള്? ചുമ്മാ സ്റ്റാർട്ടിങ് ചെയ്യാം. A and the അല്ല ആർട്ടിക്കിൾ മാം. ദാ എന്ന് പറയും, ഡി പറയും. കേട്ടിട്ടുണ്ടോ? ദ ആൻഡ് ഡി. ഡി എന്താ പറയാ അറിയോ? ശ്രദ്ധിച്ചുണ്ടോ നിങ്ങളത്? ഡി എന്ന് പറയാറുണ്ട്, ദാ എന്ന് പറയാറുണ്ട്. The apple, the orange, the car. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. അത് ഞാൻ പറയണോ? ജസ്റ്റ് ഇവിടെ നിൽക്കട്ടെ. അല്ല, സസ്പെൻസ്. ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. മിക്കവാറും ആ ചാപ്റ്റർ നിങ്ങൾക്ക് തരാനേ ചാൻസ് ഉള്ളൂ. ഞാൻ ആർട്ടിക്കിൾ അല്ലാതെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ തന്നെ പഠിച്ചാലും നിങ്ങൾ പഠിക്കും. ഞാൻ പഠിക്കുന്നത് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പറഞ്ഞു പഠിക്കണം. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ അവിടെ നിൽക്കട്ടെ. ഇതാ യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, യൂസ് ചെയ്തില്ലെങ്കിലും തെറ്റൊന്നുമില്ല. ഓക്കെ, മീനിങ് കിട്ടും. ടി വി എന്നുള്ള മീനിങ് അവിടെ കിട്ടും. ഒരു ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസം ഞാൻ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതർവൈസ് യു ക്യാൻ യൂസ് ദ ഓർ നോട്ട് എനി ആർട്ടിക്കിൾ. അപ്പോ ഇതാണ് ഓൺ പ്രിപ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ തേർഡ് ഫ്ലോർ, നമ്മൾ ഓരോ ഫ്ലോർ പറയും. എന്റെ ഓഫീസ് തേർഡ് ഫ്ലോറിലാണ്. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അങ്ങനെ ഈ ഫ്ലോർ പറയുമ്പോൾ നമ്മൾ ഓൺ ആയി യൂസ് ചെയ്യാം. മൈ ഓഫീസ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. മൈ ഓഫീസ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. എന്റെ ഓഫീസ് സെക്കൻഡ് ഫ്ലോറിലാണ്. സോ അങ്ങനെ ഫ്ലോർ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓൺ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ വേറൊരു കാര്യങ്ങളുണ്ട്, അത് കാണും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഓണിന്റെ കാര്യം, ഫ്ലോറിന്റെ കാര്യം നോട്ട് ചെയ്ത് വെക്കും. ഞാൻ പോയിന്റ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി പിന്നീട് കാര്യം, ഇപ്പോ നമ്മള് എഴുതി കഴിഞ്ഞോ? ഇനി ഒരു കാര്യം, നമ്മുടെ ബുക്കില് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പറയുന്ന നോട്ട്സ് അല്ലെങ്കിൽ റൈറ്റ് ആൻസർ ഇൻ യുവർ നോട്ട് ബുക്ക്. ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പൊ ബുക്കിൽ എഴുതൂ. ഞാൻ പറയുന്ന ബുക്കിൽ എഴുതും, ഞാൻ പറയുന്ന ആൻസർ ഒന്നും ബുക്കിൽ എഴുതും എന്ന് പറയുകയാണെങ്കിൽ ബുക്കിൽ എഴുതൂ എന്നാ പറയും. ബുക്കിനുള്ളിലാണ് അല്ലെ? ശരിയാണോ? ബുക്കിനുള്ളിലാണ് എഴുതാൻ പറഞ്ഞത്. ബുക്കിൽ എഴുതൂ, ബുക്കിനുള്ളിലാണ്. അതന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പേപ്പറിൽ എഴുതൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആഡ് ചെയ്യാം? ഏത് പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യണം? പേപ്പറിൽ എഴുതൂ. കാരണം സർഫേസ് ആണ് അല്ലെ? അപ്പൊ write this down on a piece of paper എന്ന് എഴുതാം. On a piece of paper. Write this down on a piece of paper. ആ പേപ്പറിന് മുകളിൽ എഴുതൂ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. മുകളിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, പേപ്പറിൽ എഴുതൂ എന്നല്ലേ നമ്മൾ പറയുന്നെങ്കിൽ പോലും പേപ്പർ എന്ന് പറയുന്നത് ഒരു സർഫേസ് ആയതുകൊണ്ടാണ് അവിടെ ഓൺ യൂസ് ചെയ്യുന്നത്. പക്ഷെ ബുക്ക് അങ്ങനെയല്ല, ബുക്കിനുള്ളിൽ എഴുതണം അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ബുക്കിൽ പേപ്പറിൽ എഴുതാം, അങ്ങനെയാണോ? ബുക്ക് എന്ന് പറയുന്നത് വേറെ, പേപ്പർ എന്ന് പറയുന്നത് വേറെ, വ്യത്യാസമുണ്ട്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? ഇതെല്ലാരും അത് ഒരു ബിഗിനർ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടാ. അങ്ങനെ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ എവിടെയൊക്കെയാ യൂസ് ചെയ്യാം? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമില്ല, ഐ ആം ഓൺ ദ വേ, ഐ ആം ഓൺ ദ വേ. അത് ആ ഓൺ എന്തോന്നാണ് മിസ്? ഓൺ ദ വേ നമ്മൾ ഓൺ ദ വേ എന്ന് കേൾക്കാറുണ്ടല്ലോ. അത് ദിസ് കൈൻഡ് ഓഫ് ഫ്രേസ്. നമുക്ക് ഒരുപാട് ഫ്രേസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രേസുകൾ നമ്മൾ പറയുന്നു. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്രേസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, ഫ്രേസ് എന്ന് പറയാം. I'm on the way, I'm off to bed. I'm off to bed. നമ്മൾ അതിന്റെ മീനിങ് അന്വേഷിച്ച് പോവാണെങ്കിൽ അതിന്റെ മീനിങ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. പക്ഷെ അതൊരു ഫ്രേസ് ആണ്. അതായത് അത് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇങ്ങനെയാണ് എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? റിവർ വരുമ്പോഴും അങ്ങനെ ചേർക്കാറില്ലേ? ഓൺ ദ റിവർ എന്ന് പറഞ്ഞിട്ട്. ഓൺ ദ റിവർ. അത് ഞാൻ പറഞ്ഞത്. ഓൺ ദ റിവർ എന്ന് പറയുമ്പോൾ തീരത്ത്. ആ തീരമില്ലേ, എന്റെ വീട് റിവറിനടുത്താണ്, അടുത്ത് എന്ന് പറയാൻ നമ്മൾ ഓൺ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മൈ ഹൗസ് ഇസ് ഓൺ ദ റിവർ, അല്ലെങ്കിൽ ഐ ആം നൗ ഐ ആം ഓൺ ദ റിവർ എന്നൊക്കെ പറയാം. അതായത്
ഞാൻ അടുത്താണ്, എന്റെ വീട് റിവറിന്റെ അടുത്താണ്, അല്ലെങ്കിൽ കടൽ തീരത്തിന്റെ അടുത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഓൺ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഫ്രേസ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഫ്രേസ് ഉണ്ട് ഞാൻ പറഞ്ഞത്. ഫ്രേസ് വെർബ് അല്ല കേട്ടോ യൂസ് ചെയ്യുന്നേ. ഫ്രേസ് വെർബ് വേറെ അല്ലാതെ ഫ്രേസ് ഉണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ആം ഓഫ് ടു ബെഡ്, ആം ഓൺ ദ വേ, പിന്നെ എന്താണ് അങ്ങനെ കുറച്ചുണ്ടല്ലോ. കുറച്ച് ഞാൻ എവിടെയോ നോട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ പറ്റുവാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ മാക്സിമം നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോ പറഞ്ഞ പോലെ ആം ഓൺ മൈ വേ, ഞാൻ വരികയാണ് എന്നതിനർത്ഥം ആം ഓൺ മൈ വേ. അവിടെ എന്തുകൊണ്ട് അത് ഓൺ പ്രിപ്പോസിഷൻ അല്ല അവിടെ വരുന്നത്, മനസ്സിലായോ? അത് ഫ്രേസിൽ ഒരു ഫ്രേസ് സെന്റൻസ് ആണെന്ന് പറയാതെ. അപ്പൊ ആം ഓൺ മൈ വേ എന്ന് പറയുന്നത് ഞാൻ വരികയാണ്, ആം കമ്മിങ്. ഓക്കെ, മനസ്സിലായോ? അതുപോലെ പിന്നെന്താണ് അങ്ങനെ കുറെ ഫ്രേസ് എന്തൊക്കെയാണെന്നറിയോ? ആം ലീവിങ്, ഞാൻ പോവാണ്, ആം ലീവിങ്. അങ്ങനെയും പറയാം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ആം ഹെഡിങ് ഔട്ട്, ആം ഹെഡിങ് ഔട്ട്. അപ്പൊ ആം ഹെഡിങ്, അതിന്റെ ഒരു മീനിങ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാല് അത് ഉദ്ദേശിക്കുന്ന മീനാണോ അല്ല, വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഫ്രേസ് ആണ്. ആം ഹെഡിങ് ഔട്ട്, ആം ഹെഡിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് ചെയ്യാണ്, ആം ലീവിങ് എന്നാ പറയുന്നത്. ഇനിയിപ്പോ ഐ ഡോണ്ട് നോ എന്ന് നമ്മൾ പറയും. അതിന് പകരമായിട്ട് നോ ഐഡിയ എന്ന് പറയും, നോ ഐഡിയ. അങ്ങനെയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, then I'm very tired, I'm worn out. ഇന്ന് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ്. പഠിക്കുന്നില്ല. കാരണം I'm very tired എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ, I'm worn out എന്ന് പറയും. I'm worn out. മനസ്സിലായോ? അങ്ങനെ കുറെ കേട്ടോ, ഒരുപാടുണ്ട്, പഠിപ്പിച്ചുതരാം. ഓക്കെ, ഇപ്പോഴൊന്നും സമയമില്ല. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഞാൻ മറന്നു പോകും, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുക. സമയം കിട്ടുമ്പോ നമുക്ക് എല്ലാം എഴുതി പോവാം. അല്ല ലാസ്റ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നടപടിയാവുന്ന കാര്യമല്ല. ഞാൻ അത് വീക്കിൽ നമുക്ക് 2 ക്ലാസ് ഉണ്ടല്ലോ. സോ ഒരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് നോട്ട്സ് നമുക്ക് പറയാൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, പക്ഷെ എന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ക്ലിയർ? ഇതാണ് ഓൺ പ്രിപ്പോസിഷൻ. കുറച്ച് എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് ഓർക്കം വരുന്നുണ്ടല്ലോ എല്ലാവർക്കും. ക്ലാസ്സിലുണ്ടോ നിങ്ങള്? ഭയങ്കര സൈലന്റ് ആണല്ലോ. ശ്രദ്ധിച്ചിരിക്കുകയാണോ വേണ്ടി? ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവാഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നതാണോ? എക്സാമ്പിൾ കിട്ടുമ്പോഴേ മനസ്സിലാവും. അപ്പൊ മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. പറയാതെ പറയുന്നു. വേറെ ആരെങ്കിലും ഇപ്പോഴാണ് ഞാൻ മെസ്സേജിലാണ്, ഇപ്പോഴാണേ. ഓക്കെ, അപ്പോ എക്സാമ്പിൾസ് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞാൽ മതിയോ? ടൈപ്പ് ചെയ്യണ്ടല്ലോ. A teacher asked him to call his parents on Monday. എന്തോ ലിൻഷി? ഇല്ല, ഒന്നുമില്ല മാം, പറഞ്ഞാൽ മതി. Yeah, okay. The teacher asked him to call his parents. The teacher asked him to call his parents on Monday. The teacher asked, പറഞ്ഞു, asked. ഈ ആസ്കിന് ചില സമയങ്ങളിൽ ചോദിച്ചു എന്നല്ല അർത്ഥം വരാം കേട്ടോ. പറഞ്ഞു എന്നും കൂടെ അർത്ഥം വരും. ഓക്കെ, ask him to come here. അവനോട് അകത്തോട്ട് വരാൻ പറയൂ. അല്ലാണ്ട് അവനോട് അകത്തോട്ട് വരാൻ ചോദിക്കൂ എന്നല്ല. ask him to come here എന്ന് പറയുന്നത് അവനോട് അകത്തോട്ട് വരാൻ പറയൂ. ask him to close the door. അവനോട് ഡോർ ക്ലോസ് ചെയ്യാൻ പറയും. അപ്പൊ ആസ്കിന് ചോദിച്ചു എന്നൊരു മീനിങ് മാത്രമല്ല വരുന്നത്. സംടൈംസ്
Clear ആയോ? അതുകൊണ്ട് the teacher asked him to call his parents on Monday എന്ന് പറയുന്നത് ടീച്ചർ അവനോട് പറഞ്ഞു അവന്റെ പാരന്റ്സിനെ മൺഡേ വിളിച്ചോണ്ട് വരാൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. Okay. And the second example, I'm on the bus, I'm on the train. അതൊക്കെ ചുമ്മാ എഴുതിക്കോളൂ കേട്ടോ. അതിനകത്ത് നിങ്ങൾ ബൈ പറഞ്ഞു. ബൈ ഞാൻ പറയാം. ഓക്കെ, ബൈനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. ഒരു പേരെ പിന്നീട് പറയാം. Then I saw him on the bicycle. I saw him on the bicycle. Then I saw him on the two-wheeler. And I saw him on the bike. എന്നൊക്കെ പറയാം. I saw him on the bicycle and hang this picture on the wall. Hang, hang this picture on the wall. Hang this picture on the wall. This picture on the wall. കഴിഞ്ഞോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോട്ടെ, ഞാൻ വീണ്ടും വീണ്ടും പറയാം. ഇനി ടൈപ്പ് ചെയ്യണമെന്നാണെങ്കിൽ ടൈപ്പ് ചെയ്യും. പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനോട് തന്നെ യൂസ് ആയിക്കൊണ്ടേയിരിക്കും. പറയുന്നത് മനസ്സിലാക്കണ്ടേ? ലിസണിങ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മാം നമ്മള് നെക്സ്റ്റ് വൺ മാം നമ്മൾ ഐ ആം ഓൺ ദ ബസ് എന്ന് എഴുതിയില്ലേ? അതുപോലെ ഷീ ഓൺ ദ ബസ് അതോ ഷീ ഈസ് ഓൺ ദ ബസ് എന്നോ ഇത്? Yeah, she's on the bus. Is വേണം. She's on the bus. Yeah. Okay, and the next one. Write this down on a piece of paper. Write this down on a piece of paper. A piece of paper. A piece of paper. Okay, നമ്മൾ ഒരിക്കലും A എന്ന് ഉച്ചരിക്കാറില്ല. ആ സൗണ്ട് ആണ്. Write this down on a piece of paper. A piece of paper. എന്ന് പറയുന്ന സാധനം ഉയർത്തി കൊണ്ട് പോകും. A എന്ന് പറയില്ല. Write this down on a piece of paper. Next one, he spilled some coffee. Spilt. Therapia. Spilt. S-P-I-L-T. S-P-I-L-T. He spilled some coffee. He spilled some coffee on my shirt. He spilled some coffee on my shirt. കേട്ടില്ല. He spilled. S-P-I-L-T. S-P-I-L-T. Spilled. He spilled some coffee. He spilled some coffee on my shirt. Shirt. He spilled some coffee on my shirt. അവൻ എന്റെ ഷർട്ടിലേക്ക് കുറച്ച് കോഫി തെറിപ്പിച്ചു. On my shirt. He spilled some coffee on my shirt. And the next one is my office is on the second floor. My office is on the second floor. My office is on the second floor. Okay, video dana. I'm watching a video on the phone, on my phone. I'm going to give an example. I'm watching a video on the TV. I'm watching a movie on the TV. I'm watching a video on my phone. I'm watching a reel. I'm watching reels on YouTube. On Instagram.
എക്സാമ്പിൾ. അത് മീഡിയ. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഓൺ പ്രിപ്പോസിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരാം. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഈ പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് വരാം. ക്ലാസ്സിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും കൂടി എളുപ്പമാണ്, അറിയാൻ പറ്റും കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എക്സാമ്പിൾസ് എല്ലാം നോക്കിയിട്ട് വരാം. പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം എല്ലാവരും കേട്ടോ. കുറച്ചുകൂടെ നിങ്ങൾ പഠിക്കാൻ പറ്റും നോക്കൂ. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ മോണിനെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ അതുകൂടെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. കാരണം ഉണ്ടാകും ഒരുപാടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ പറയൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, അപ്പൊ അതിനുവേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ വന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതിന്റെ പേരാലോ ഓക്കെ ആണോ? നിങ്ങൾ ഇതിന് ആക്റ്റീവ് ആണോ എല്ലാവരും? മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? അല്ലെങ്കിൽ ബോറടിച്ചോ? നോ മാം. മാം ഞാൻ ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ സ്കൂളിലേക്ക് വീണ്ടും ടീച്ചർ ലീവാണ്, അപ്പൊ ഞാൻ പോകും കേട്ടോ. ഓക്കെ ജിജി, ഫോളോ ചെയ്യൂട്ടോ. മാക്സിമം ക്ലാസ് ഫോളോ ചെയ്യാൻ നോക്കാം. ഗ്രൂപ്പിലാണെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ മാം. ഓക്കെ 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 ജിജി. ദെൻ വീണ്ടും ഞാൻ സോറി പറയാം കേട്ടോ. ഫോൺ റിംഗ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. സോ അഗെയിൻ ഞാൻ സോറി പറയാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ. റിംഗ് ചെയ്തിട്ട് ഞാനൊന്നും കേട്ടില്ല. കേട്ടോന്ന് എനിക്കറിയില്ല. ഫോൺ റിംഗ് ചെയ്തിട്ട് കേട്ടില്ല. നമ്മളാരും കേട്ടില്ല. കേട്ടില്ലേ നിങ്ങള്? ഇല്ല, അങ്ങനെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞപ്പോഴാ ഞങ്ങള് പറഞ്ഞേ. പറയണ്ടായിരുന്നു. പറഞ്ഞു, ഞാൻ പറയാണല്ലോ. അത് എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ്. അത് പറയാം. അത് റിംഗ് ചെയ്യുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തല്ലേ. ഭയങ്കര മോശമല്ലേ ക്ലാസ്സിലൊക്കെ ഫോൺ വെക്കാന്ന് പറയുന്നത്. അത്രയും ആയതുകൊണ്ട് മാത്രം. ഞങ്ങളെല്ലാവരും ഒരു അമ്മന്റെ. അതും ശരിയാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് ആകുമ്പോ അത് അത്രയും അർജന്റ് ആയതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. സോറി. ഓക്കെ, അത് സോറി പറഞ്ഞിരിക്കുന്ന സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, കറണ്ടിക്ക് ഒന്ന് മിസ്റ്റേക്ക് ആണ്. പോട്ടെ, കഴിഞ്ഞു അല്ലേ? സോറി പറഞ്ഞു, അവസാനിച്ചു. ഓക്കെ, അപ്പൊ സൈലന്റ് പറയൂ കേട്ടോ. ടൈമായി അതിന്റെ പേര്. താങ്ക് യു മിസ് ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. 1 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. റിജുവിനോട് അന്വേഷണം പറയൂ കേട്ടോ. റിജുന് വയ്യാതിരിക്കുകയാണോ? അന്ന് വയ്യാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒന്ന് തന്നെ അന്വേഷണം എന്ന് പറഞ്ഞേക്കേ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ബൈ ടു ഓൾ. See you next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.